കാർബോ കപ്പിൽ ചെൽസിക്ക് വിജയം. 1-നെതിരെ 3 ഗോളുകൾക്ക് കാർഡിഫ് സിറ്റി എഫ്.സിയെ തോൽപ്പിച്ചു. അർജന്റീനിയൻ താരം ഗർനാച്ചോയുടെ ഇരട്ട ഗോൾ മികവിലാണ് ചെൽസി വിജയിച്ചു കയറിയത്. 4 ഗോളുകളും വന്നത് സെക്കൻഡ് ഹാഫിലായിരുന്നു. 57-ാം മിനിറ്റിൽ ഗർനാച്ചോയിലൂടെ ചെൽസി ലീഡ് പിടിച്ചു. എന്നാൽ 75-ാം മിനിറ്റിൽ ഡേവിഡിലൂടെ തിരിച്ചടിച്ച് കാർഡിഫ് ഒപ്പമെത്തി. പെഡ്രോ നെറ്റോയിലൂടെ 82-ാം മിനിറ്റിൽ ലീഡ് നേടി ചെൽസി. ഇഞ്ചുറി ടൈമിൽ 93-ാം മിനിറ്റിൽ ഗർനാച്ചോ രണ്ടാമത്തെ ഗോളും കൂടി നേടിയപ്പോൾ 1-നെതിരെ 3 ഗോളുകൾക്ക് കാർഡിഫ് സിറ്റിയെ പരാജയപ്പെടുത്തി ചെൽസി വിജയിച്ചു. കോപ്പ ഡെൽ റേയിൽ ബാഴ്സലോണയ്ക്ക് വിജയം. ഗുഡലജാറയെ എതിരില്ലാത്ത 2 ഗോളിന് തോൽപ്പിച്ചു. ബാഴ്സയ്ക്ക് വേണ്ടി ഗോൾ നേടി ക്രിസ്റ്റ്യൻസനും റാഷ്ഫോർഡും. ആദ്യ പകുതിയിൽ ഇരു ടീമുകൾക്ക് ഗോളൊന്നും നേടാൻ സാധിച്ചില്ല. രണ്ടാം പകുതിയിൽ 76-ാം മിനിറ്റിൽ ക്രിസ്റ്റ്യൻസനിലൂടെ ബാഴ്സ ലീഡ് പിടിച്ചു. എക്സ്ട്രാ ടൈമിന്റെ അവസാന മിനിറ്റിൽ റാഷ്ഫോർഡിലൂടെ ഗോളടിച്ച് ബാഴ്സ ലീഡ് ഇരട്ടിയാക്കി. ഇതില്ലാത്ത 2 ഗോളുകൾക്ക് വിജയിച്ചതോടെ ബാഴ്സയ്ക്ക് കോപ്പ ഡെൽ റേയുടെ 32 റൗണ്ട് വിജയിച്ച് കടക്കാൻ സാധിച്ചു. പരിക്കുമാറി തിരിച്ചെത്തിയ ടെർ സ്റ്റേഗനും ഫെർമിൻ ലോപ്പസും കളിക്കിറങ്ങിയിരുന്നു. താരങ്ങളുടെ തിരിച്ചുവരവ് വരുന്ന കളികളിൽ ബാഴ്സയ്ക്ക് കരുത്തുകൂട്ടും.